ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഇടാമെന്ന്. AM റുട്ടീൻ. സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഒരു മാസം ആയതേ ഉള്ളൂ. ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി. എൻ്റെ സ്കിന്നിനുള്ള പ്രശ്നങ്ങളനുസരിച്ച് ഞാൻ നോക്കി. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യാറുള്ളത്. എൻ്റെ സ്കിന്നിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. പിന്നെ ഈ പിഗ്മെൻറ്റേഷൻ അറൗണ്ട് മൗത്ത്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ അൺഈവൻ ടെക്സ്ചറാണ്. ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം ആക്നേസോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത്രയാണ് എൻ്റെ പ്രശ്നം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഈ ജെൻറ്റിലായിട്ടുള്ള സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഹൈഡ്രേഷൻ തരുന്ന ഒരു ക്ലെൻസറാണ്. പുറത്തിന് അങ്ങനെ ഹാർഷ് ഒന്നും അല്ല. ഇത് ഞാൻ ഈ ക്ലെൻസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2-3 വർഷമായി കാണും. സെറ്റഫിലിൻ്റെ ഒരു ക്ലെൻസർ. ഇത് ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഇതിൽ ഡ്രൈ ടു നോർമൽ അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കൊറിയൻ പ്രൊഡക്റ്റ്, അതായത് ബ്യൂട്ടി ഓഫ് ജോസിയോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ജിൻസൻ ടീ എസൻസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ജിൻസൻ എസൻസ് വാട്ടർ അങ്ങനെയാണ്. ഇതും അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ കയ്യിലേക്ക് സാധാരണ ടോണേഴ്സ് പോലെ സ്പ്രേ അല്ല. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ സ്കിൻ അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കത്തുള്ളൂ. പിന്നെ എന്തിട്ടാലും ഞാൻ അത് കഴുത്തിലും കൂടെ മാലയൊന്നും വെച്ചോട്ടെ എന്തിട്ടാലും ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം കഴുത്തിലാണ് പെട്ടെന്ന് ഏജ് അറിയിക്കുന്നത്. എന്ത് അപ്ലൈ ചെയ്യാലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുത്താൽ അത് പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളും. ഒരക്കണ്ട ഫേസിലിട്ട്. പിന്നെ ഞാൻ ആ ടോണിൻ്റെ ചെറിയ നനവോടെ ഞാൻ ഈ സിറം നൈറ്റ് ടൈം ആണെങ്കിൽ ഞാൻ കോസാറെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസും രാവിലെ ആണെങ്കിൽ ഞാൻ ഈ സെൻറ്റലയുടെ ഈ ബ്രൈറ്റനിങ് സിറവുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് അൺഈവൻ ടെക്സ്ചറിന് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ മതി. ഇതാണ് അത്യാവശ്യം എൻ്റെ സ്കിന്നിന് ഈ അൺഈവൻ ടെക്സ്ചറൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതും ജസ്റ്റ് ഒന്ന് ഇത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ടേ അടുത്തത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുള്ളൂ. എന്നിട്ട് അബ്സോർബ് ആവണം. അപ്പം ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത്. അപ്പം ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്ന സൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള കിട്ടുന്നതുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്യുന്നത് ടിരേന്നും നൈക്കയെന്നുമാണ്. അവിടെ ഒറിജിനൽ പ്രൊഡക്ട്സ് ആണ് അവർ സോഴ്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ്, ഈ 2 സൈറ്റ്സിൽ നിന്നാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പർപ്പിളിൽ നിന്നും ഓർഡർ ചെയ്യാറുണ്ട്. പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്താൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടാറുണ്ട്. ടിരേന്ന് ഓർഡർ ചെയ്താൽ കുറച്ച് ലേറ്റ് ആവും, എന്നാലും നല്ല പ്രൊഡക്ട്സ് കിട്ടും. അത് അബ്സോർബായി. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണിത്, ഇമോലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഞാൻ കുറേ വീഡിയോസ് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് മതി, കാരണം ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. സ്കിൻ ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുന്ന ദിവസം ഞാൻ ഇമോലിൻ്റെ ക്രീമും, അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് ഹൈഡ്രേറ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ഫേസ് ക്രീം മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. ഇത് അത്യാവശ്യം ഇതൊരു ബാരിയർ റിപ്പയറിങ് ക്രീമാണ്. സെറാമൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു മോയ്സ്ചറൈസറാണ്.
ലാസ്റ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഞാൻ പുറത്ത് പോകുമ്പോൾ ബ്യൂട്ടി ഓഫ് ജോസിയോൻ്റെ ആ ഒരു സൺസ്ക്രീൻ ഉണ്ട്, ഒരു റൈസ് വാട്ടറിൻ്റെ ഒക്കെ. ഇതാണ് ആ സൺസ്ക്രീൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്ര പൈസ കൂടുതലാണ്, ഞാൻ ഇത്രയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു കൊറിയൻ സൺസ്ക്രീൻ ആണ്. പുറത്ത് പോകുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ, ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ചെവിയിലും കൂടെ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം. പിന്നെ ലിപ് കെയർ. സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ലിപ് കെയർ. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സാണ് ഇത്. മെലാലിയൂം എന്ന് പറഞ്ഞ ഈ ഒരു ഡീ പിഗ്മെൻറ്റിങ് ക്രീം അടിപൊളിയാണ്. പിഗ്മെൻറ്റേഷനൊക്കെ ഒരു പെട്ടെന്നൊന്നും മാറത്തില്ല, 1 മന്ത് എടുത്താലും പിഗ്മെൻറ്റേഷൻ മാറും. പിന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ലൈറ്റനിങ് ക്രീമും ഉണ്ട്, ബ്രൈറ്റനിങ് ലിപ് ബാം. പിന്നെ ഇത് ഡീ പിഗ്മെൻറ്റിങ് ക്രീം. ഇത് 2 യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ സ്റ്റെപ്സിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഗ്ലോ. സൺസ്ക്രീൻ്റെ ഒരു ഗ്ലോ ആണ്, ചെറിയൊരു ഡ്യൂയി എഫക്റ്റ് കിട്ടും ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു സൺസ്ക്രീന്. സ്കിൻ കെയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും പുറമെ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ വെറുതെ ആയിപ്പോവും. അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഷോർട്സിലൊക്കെ. വീട്ടിലിരിക്കുവാണെങ്കിൽ തന്നെ സ്കിൻ കെയർ ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ ഇട്ടിരിക്കണം. ഇത്ര ഉള്ള എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഇത്രയും പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ടൈമിൽ ഞാൻ വേറെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, സിറം വേറെ. അതുപോലെ തന്നെ വീക്ക്ലി ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.